തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് എൻ ശക്തൻ KPCC നേതൃത്വത്തിന് രാജിക്കത്ത് കൈമാറി. അതേസമയം ശക്തനുമായി ചർച്ച നടത്താൻ KPCC അധ്യക്ഷൻ നേരത്തെ രാജ്യസന്നദ്ധത അറിയിച്ച ശക്തനെ അനുനയിപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ നിർഭൻ ചക്രവർത്തി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. നിർഭൻ, ഒരു വലിയ തലക്കെട്ട്, അതായത് വലിയ തരത്തിലുള്ള സമ്മർദ്ദമാണ് DCC അധ്യക്ഷ സ്ഥാനമെന്ന് നേരത്തെ തന്നെ ശക്തൻ അറിയാമായിരുന്നു. ഇക്കാര്യം പലതവണ KPCC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ അനുനയിപ്പിച്ചു വിടുകയായിരുന്നു ശക്തനെ. ഇപ്പോൾ ഉറച്ച തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു ശക്തന് മനസ്സിലാകുന്നുണ്ട് ഇത് വലിയൊരു പണിയാണ്, വലിയൊരു എണിക്കെട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശക്തൻ ഇപ്പോൾ രാജി കത്ത് കൈമാറിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്? ഇത് ശക്തൻ ചുമതല ഏൽക്കുമ്പോൾ തന്നെ താൽക്കാലികമായി നൽകുന്ന ചുമതലയാണ് എന്ന് ശക്തൻ ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തത്. ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ DCC അധ്യക്ഷൻ തീരുമാനിച്ചു നൽകുമെന്നാണ് ശക്തനോട് അന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ ആ സംഘടനാ പുനഃസംഘടന നടന്നിട്ടും തിരുവനന്തപുരത്ത് DCC അധ്യക്ഷനെ തീരുമാനിച്ചു നൽകാനായില്ല. ഇതിൽ പ്രതിഷേധിച്ച് ദീപാദാസ് മുൻഷിയോടും KC വേണുഗോപാലിനോടും ആ പ്രതിപക്ഷ നേതാവിനോടും KPCC അധ്യക്ഷനോടും താൻ രാജിക്ക് ഒരുങ്ങുകയാണ് എന്ന കാര്യം അദ്ദേഹം അറിയിച്ചു. തന്നെ രാജി അംഗീകരിച്ചില്ല എങ്കിൽ താൻ സ്വയം ഈ കാര്യങ്ങളിൽ നിന്ന് പദവിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന്, പ്രവർത്തനങ്ങളിൽ സഹകരിക്കില്ല, അത്തരത്തിലൊരു സമ്മർദ്ദത്തിലേക്ക് പോകരുത് എന്ന നിലപാടാണ് ദീപാദാസ് മുൻഷിയെ കണ്ട് അന്ന് ശക്തൻ അറിയിച്ചിരുന്നത്. അന്ന് രാജിക്കാര്യം സംബന്ധിച്ച് കൈരളി ന്യൂസ് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ തൽക്കാലത്തേക്ക് ഈ പദവിയിൽ തുടരൂ, കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വരികയാണ്, പകര സംവിധാനം ഉണ്ടാക്കാം എന്ന തരത്തിലുള്ള നിർദ്ദേശം വീണ്ടും നേതാക്കൾ നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിൽ നടന്ന AICC നേതാക്കളുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമെങ്കിലും തിരുവനന്തപുരത്ത് പുതിയ DCC അധ്യക്ഷനെ തീരുമാനിക്കും എന്ന വിവരമായിരുന്നു ശക്തന് നൽകിയിരുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ച് അതിന്റെ മധ്യഘട്ടത്തിൽ നിൽക്കുന്നു. പക്ഷേ തന്റെ കാര്യം പരിഗണിക്കുന്നില്ല. മാത്രമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന എൻ ശക്തനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടായി. ഒരു വിഭാഗം പ്രവർത്തകർ തനിക്ക്, പ്രത്യേകിച്ച് ശക്തന് എതിരാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പലയിടത്തും പ്രതിഷേധമുണ്ടാകുന്നു. ഇതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന ശക്തനെ സംബന്ധിച്ച് തിരിച്ചടിയാകുമെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷന് രേഖാമൂലം തന്നെ എൻ ശക്തൻ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. ആ രാജിക്കത്തിൽ പറയുന്നത് തനിക്ക് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ തുടരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ തന്നെ താൽക്കാലികമായി ഈ പദവിയിൽ തുടരാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ നേതൃത്വം ഇതുവരെ അതിനൊരു തീരുമാനമായി ഉണ്ടാക്കിയിട്ടില്ല. ഇത് പറഞ്ഞ കാലാവധി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ താൻ ഈ പദവിയിൽ ഒഴിയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്റെ രാജി അംഗീകരിക്കണമെന്നാണ് എൻ ശക്തന്റെ രാജിക്കത്തിൽ പറയുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആയി ബന്ധപ്പെട്ട് തലസ്ഥാന നഗരസഭയിലും ജില്ലയിലെ വിവിധ തദ്ദേശ വാർഡുകളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ തർക്കത്തിന് ഇടയിലാണ് രാജി എൻ ശക്തൻ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അനുനയ നീക്കം നടക്കുമോ എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ആശങ്കയുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ നേരിട്ട് ശക്തന്റെ രാജി പിൻവലിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച രാജിക്കത്ത് ഇന്നലെ രാത്രിയോടുകൂടി എൻ ശക്തൻ നേതൃത്വത്തെ അറിയിച്ചത്. ഇനി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേതാക്കൾ ആരംഭിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ നേരിട്ട് എൻ ശക്തനെ ബന്ധപ്പെടുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.